ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ വയുബാദിറു മൻ മറ ബിഫായിത്തിൻ വുജൂബൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിസ്കാരം വുജൂബുള്ള മുസ്ലിമും മുക്കല്ലഫും ത്വാഹിറും അഥവാ സത്വിശ്വാസിയും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനും ഹൈള് നിഫാസ് എന്നീ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവർക്കുമാണ് നിസ്കാരം ഫർളാവുന്നത്. അത് ശർഈയായ കാരണം കൂടാതെ ഖളാ ആക്കുകയും നിസ്കരിക്കാൻ നിയമപ്രകാരം ആജ്ഞാപിക്കപ്പെട്ടിട്ട് അത് വഴിപ്പെടാതെ നിസ്കാരം ഉപേക്ഷിക്കുന്നതിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ കൊല്ലപ്പെടണം എന്ന് പറഞ്ഞു. ഇനി ഒരാൾ നിസ്കാരം വുജൂബാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ നിസ്കാരം ആയിപ്പോയി. അത് മനഃപൂർവ്വമാവാം, അല്ലാതെയാവാം. എന്നാൽ അതിന്റെ പ്രതിവിധി എന്താണ്? ഇതിപ്പോ ധാരാളം ആളുകളെ സംബന്ധിച്ച് ആവശ്യമാവുന്ന ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി ആളുകളൊക്കെ പല തരക്കാരാണ്. ചില ആളുകൾ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശ്രദ്ധിച്ച് നിസ്കാരത്തിന്റെയും മറ്റേ ഇബാദത്തുകളുടെയൊക്കെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ച് ജീവിച്ച് പോരുന്നവരുണ്ടാകും. എന്നാൽ വലിയൊരു ഭാഗം ആളുകൾ അങ്ങനെയല്ല. ചെറുപ്പത്തിന്റെ ചാപല്യത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റേ ഇബാദത്തുകളുടെ കാര്യത്തിലും വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാതെ അലസതയും മടിയും കാരണം പലപ്പോഴും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും ഇബാദത്തുകൾ. പിന്നീട് ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ബോധം വരികയും ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരല്ലോ, മരിച്ചു പോകണ്ടേ, അപ്പൊ ഇബാദത്തിന്റെയും മറ്റും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണമല്ലോ എന്നൊരു ബോധം വരികയും നാവാമിക്കുന്ന വലിയൊരു ഭാഗം ആളുകളുണ്ട്. അങ്ങനെ കുറെ നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകളൊക്കെ ഖളായിപ്പോയിട്ടുണ്ട്. ഇനിയൊന്ന് തൗബ ചെയ്ത് നല്ല മാർഗത്തിലേക്ക് വരണം എന്ന് കണ്ടാൽ എന്ത് വേണം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. വയുബാദിറു മൻ മറ, മേൽപ്പറയപ്പെട്ട നിസ്കാരം വുജൂബുള്ള പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഹൈള് നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ള മുസ്ലിമായ മനുഷ്യർ വേഗത്തിൽ നിർവഹിക്കണം. എന്തിനെ? ബിഫായിത്തിൻ, ഖളാ ആയ നിസ്കാരം. സമയത്ത് നിസ്കരിക്കാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ എത്രയും വേഗത്തിൽ, അതാ മുബാദറത്ത് ചെയ്യാന്നത്, വേഗത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്ക് സമയം വിനിയോഗിക്കാതെ മുഴുസമയവും ഈ ഖളാ ആയതിനെ നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ ഖളാ നിർവഹിക്കാൻ വേണ്ടി തന്റെ സമയം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കൽ വുജൂബൻ, നിർബന്ധമായ നിലയിൽ. സമയം മുഴുവനും ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കൽ നിർബന്ധമാണ്. അതെപ്പോ ഇംഫാത്ത, ഈ നിസ്കാരം ഖളാ ആയിപ്പോയി നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ ബിലാ ഉദ്രിൻ, ശർഇ നിസ്കാരം ഉപേക്ഷിക്കാൻ അനുവദിക്കുന്ന കാരണമില്ലാതെ, ഉദ്രില്ലാതെയാണ് ഖളാ ആയിപ്പോയത് എങ്കിൽ വുജൂബായും പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കണം. ഉദ്ർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന്, ഇവന്റെ വീഴ്ചയൊന്നും ഇല്ലാതെ ഉറങ്ങിപ്പോയി. ഉദാഹരണം, ഒരാള് വളരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി രാത്രി 12 മണിക്ക് വന്നിട്ടാണ് കിടന്നത്. ആ കിടന്ന കിടത്തത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ഉണരുന്നത് 8 മണിയായിട്ടാണ്. സംസ്കാരം കളായല്ലോ. ഇവിടെ അവൻ കുറ്റക്കാരനല്ല. കാരണം അവൻ മനഃപൂർവ്വമല്ലാതെ അവനിൽ നിന്ന് സംഭവിച്ചു പോയ ഉറക്കമാണ്. വഖത്തിന്റെ മുമ്പ് കടന്നുറങ്ങിയതാണ്. അപ്പോ അവിടെ വീഴ്ചയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, എന്തോ അത്യാവശ്യമായ ഒരു ഹലാലായ കാര്യവുമായി ഇടപഴകി നിസ്കാരത്തിന്റെ കാര്യം മറന്നുപോയി. നമുക്കൊക്കെ, ചില ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം,
ഒരു വാഴ്വ് പരിപാടി, അതല്ലെങ്കിൽ ഒരു ക്ലാസ്, അതുപോലെയുള്ള എന്തോ പ്രധാനപ്പെട്ട ഒരു സമ്മേളനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഇടക്ക് ബാങ്ക് വിളിച്ചു. ഉദാഹരണം, മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം ഒരു വാഴ്വ് പരിപാടി തുടങ്ങി, അതല്ലെങ്കിൽ ഒരു സമ്മേളന പരിപാടി തുടങ്ങി. ഇശാ ബാങ്ക് വിളിച്ചപ്പോ പെട്ടെന്ന് സമ്മേളനം അല്ലെങ്കിൽ വാഴ്വ് നിർത്തിവെച്ച് ഇശാ നിസ്കരിച്ചുകൊണ്ട് ബാക്കി തുടരാനല്ല നമ്മുടെ നാട്ടിൽ അധികവും കീഴ്വഴക്കം. മറിച്ച് ആ പരിപാടി തീർത്തിട്ട് പിന്നീട് നിസ്കരിക്കുക എന്നതാണ്. ഈ പരിപാടിക്കിടയിൽ സാധാരണ വഖത്തായ ഉടനെ നിസ്കരിച്ച് ശീലമുള്ള പല ആളുകളും പരിപാടി കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിഞ്ഞ് അവരവരുടെ വീട്ടിൽ പോകും, കിടന്നുറങ്ങും. കാരണം എന്താ? എന്നും വഖത്തായ ഉടനെ നിസ്കരിക്കുന്ന, അപ്പൊ നിസ്കരിച്ചു എന്നുള്ള ധാരണയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയോ ഉച്ചക്കോ ഒക്കെയാണ് ഓർമ്മ വരുന്നത്, അല്ലാ ഇന്നലെ പരിപാടിക്ക് പോയിട്ട് ഇശാ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ അവൻ മറന്നുപോയതാ. ഇങ്ങനെ മറന്നുകൊണ്ടോ അതല്ലെങ്കിൽ ഉറക്കം കൊണ്ടോ നിസ്കാരം ഖളായിപ്പോയാൽ അത് ഉസ്റുണ്ട്. ഈ രണ്ട് കാരണം കൊണ്ടല്ലാതെ മറവിയോ ഉറക്കമോ അല്ലാത്ത മറ്റെന്ത് കാരണങ്ങളെ കൊണ്ട് ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഖളാ ആക്കിയാലും അവൻ കുറ്റക്കാരനാണ്. അപ്പോ എത്രയും പെട്ടെന്ന് ആ നിസ്കാരം ഖളാ വീട്ടൽ ഉജൂബാണ്. ഫയൽസമുഹു, ഇങ്ങനെ ഉസ്റില്ലാതെ ഖളാ ആയ ആൾക്ക് നിർബന്ധമാണ് അൽ ഖളാഉ, ആ നഷ്ടപ്പെട്ട നിസ്കാരത്തെ ഖളാ വീട്ടൽ, ഫൗറൻ, വേഗത്തിൽ. എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് സാവകാശമില്ല, ചെയ്യാം എന്ന നിലക്കുള്ള സാവകാശമില്ല, ചെയ്തു കൊള്ളണം ഉടനെ എന്ന നിർബന്ധ കൽപ്പന വരും. എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം ഖളാ ആയവനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൊല്ലങ്ങളോളം നിസ്കരിക്കാതെ പിന്നീട് ഒരു തൗബയുടെ മനസ്സ് വന്ന് നന്മയിലേക്ക് തിരിച്ചു വരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവനും പെട്ടെന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞ നിയമത്തിൽ ബാധകമാണല്ലോ. അപ്പൊ അവൻ എന്ത് ചെയ്യണം? അതിനെ സംബന്ധിച്ച് ഖാല ശൈഖുനാ അഹ്മദ് ബിൻ ഹജർ റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർകൾ പറയുന്നു, വല്ലദീ യൽഹറു, ഇപ്പൊ ഉടനെ ഖളാ വീട്ടൽ വുജൂബാണ് എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്. ഈ പറഞ്ഞതിൽ നിന്നും വ്യക്തമാവുന്നത് അന്നഹു യൽസമുഹു, ഇങ്ങനെ ഖളാ ഉസ്റില്ലാതെ നിസ്കാരം ഖളാ ആയ വ്യക്തിക്ക് നിർബന്ധമാകും സർഫു ജമീഉ സമനിഹി, അവന്റെ മുഴു സമയവും വിനിയോഗിക്കൽ ലിൽ ഖളാഇ, നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി. നന്നായിട്ട് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിശദീകരണമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു. മുൻഗാമികളായ ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേഗത്തിൽ ഖളാ വീട്ടൽ വുജൂബാണ്. ഈ വേഗത്തിൽ ഖളാ വീട്ടൽ വുജൂബാണെന്ന് പറഞ്ഞാൽ അവന്റെ സമയം മുഴുവനും ഖളാ വീട്ടാൻ വിനിയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എല്ലാ സമയം എന്ന് പറഞ്ഞാൽ മാ അദാ മാ, ഒരു സമയം ഒഴിച്ച്. എങ്ങനത്തെ സമയം? യഹ്താജു, ഈ വ്യക്തിക്ക് ആവശ്യമായി വരും ലിസർഫിഹി, ആ ഒരു സമയത്തെ വിനിയോഗിക്കാൻ ഫീമാ ലാ ബുദ്ദ മിൻഹു, അവന് കൂടാതെ കഴിയാത്ത കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ആവശ്യമായ സമയം ഒഴിച്ച് മറ്റ് സമയം മുഴുവൻ അതിന് വിനിയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മലമൂത്ര വിസർജനത്തിന് ആവശ്യമായി മൂത്രമൊഴിക്കാൻ നന്നായിട്ട് മുട്ടുന്നുണ്ട്, അത് കൂടാതെ കഴിയാത്ത മൂത്രമൊഴിച്ച് തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ മലവിസർജനത്തിന് ശക്തിയായ ആവശ്യം വരുന്നുണ്ട്, എന്നാൽ അത് കഴിച്ചേ പറ്റുള്ളൂ. നിസ്കാരം ഖളാ ഉണ്ട് നേരിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടി വിഷമിച്ചിട്ട്, അല്ലെങ്കിൽ മലവിസർജനത്തിന് ആവശ്യം നേരിട്ടിട്ട് വിഷമിച്ചിട്ട് അതോടുകൂടി നിസ്കരിക്കാൻ കഴിയില്ല. അത് കൂടാതെ കഴിയാത്ത കാര്യമാവും. മലമൂത്ര വിസർജനത്തിന് ആവശ്യമാവും അത് നിർവഹിക്കാൻ. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു പരിധി വരെ ഒരു ദിവസം ഒരു 4 മണിക്കൂർ സമയമെങ്കിലും സാധാരണയുള്ള ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കൂടാതെ കഴിയാത്ത സമയം അത്യാവശ്യത്തിന് കിടന്നുറങ്ങുക. അതുപോലെ തന്നെ അസഹ്യമായ ദാഹവും വിഷമവും ഉണ്ടാവുമ്പോൾ
വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ ആവശ്യമാവുന്ന നിലക്ക് ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാം. ഇതിനൊക്കെ സമയമാണല്ലോ. ഇതൊക്കെ ഇങ്ങനെയുള്ള കൂടാതെ കഴിയാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സമയം കഴിച്ച് മറ്റ് സമയങ്ങളൊക്കെ എന്തിനു വിനിയോഗിക്കണം? നിസ്കാരം ഖളാ വീട്ടാൻ വിനിയോഗിക്കണം. ഈ പറഞ്ഞത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതിൽപ്പെട്ട തന്നെയാണ് ഒരാള്, അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അയാൾക്കും ജീവിക്കണം. പക്ഷെ ഇയാൾക്ക് നിത്യവരുമാനമായി ഒന്നുമില്ല. അതാത് ദിവസങ്ങളിൽ തൊഴിലെടുത്തെങ്കിലേ ജീവിക്കാനാവൂ. എങ്കിൽ തനിക്കും താൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ഭാര്യ മക്കൾക്കും ചെലവിന് കൊടുക്കാൻ ആവശ്യമാവുന്ന വരുമാനം, ആ വരുമാനം ലഭിക്കാൻ ആവശ്യമായ തൊഴിലെടുക്കുക എന്ന് പറയുന്നതും മാലാബുദ്ധ മിൻഹു എന്ന് പറഞ്ഞിൽപ്പെട്ടു. അപ്പൊ തന്റെ ജീവിതാവശ്യം നിർവഹിക്കാൻ അത്യാവശ്യമായ വരുമാനത്തിനുള്ള തൊഴിലെടുക്കുക, മലമൂത്ര വിസർജനം, അന്നപാനാദികൾ, അതുപോലെ തന്നെ അനിവാര്യമായ ഉറക്ക് എന്നിങ്ങനെ ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വിനിയോഗിച്ചത് കഴിച്ച് ബാക്കി വരുന്ന മുഴുവൻ സമയങ്ങളും ഖളാ വീട്ടാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒന്ന് ഉണർത്തി എന്ന് മാത്രം. പക്ഷെ ആ ഉണർത്തൽ പലപ്പോഴും ആളുകളിൽ നല്ലൊരു ഭാഗത്തിനെ സംബന്ധിച്ച് ഗുണത്തിലേറെ ദോഷം വരുന്നുണ്ട്. അത് പറഞ്ഞ ഇമാമിയങ്ങളുടെ തകരാറല്ല, അത് മനസ്സിലാക്കുന്ന നമ്മുടെ തകരാറാ. എന്താണത്? വഅന്നഹു യഹ്റുമു അലൈഹി, ഫർളായ നിസ്കാരം കാരണം കൂടാതെ കൂടാതെ ഖളാ ആയ വ്യക്തി അവന് കൂടാതെ കഴിയാത്ത സമയം മുഴുവനും ഫർള് നിസ്കരിക്കാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മേൽ ഹറാമാണെന്ന് വരും. അത്തതവ്വഉ, സുന്നത്ത് നിസ്കരിക്കൽ പോലും അവന് ഹറാമാകും. പോലും എന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല, മറിച്ച് അതായത് സന്ദർഭത്തിന് മനസ്സിലാക്കേണ്ടതാ. എന്ന് പറഞ്ഞാൽ അവൻ മറ്റെല്ലാ ഫർള് നിസ്കരിച്ച് ഖളാ വീട്ടാൻ വിനിയോഗിക്കണം. ആ സമയത്ത് ഹലാലായ കാര്യങ്ങൾക്ക്, ജീവിതത്തിൽ അനിവാര്യമായത് ഒഴിച്ച് ബാക്കിയുള്ള ഹലാലായ കാര്യങ്ങൾക്ക് സമയം ഉപയോഗിക്കാൻ അവന് പാടില്ല. സുന്നത്തായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് ദിക്ർ ഹൽഖയിൽ പങ്കെടുക്കലും, സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കലും, മൗലിദ് മജ്ലിസിൽ പങ്കെടുക്കലും എല്ലാം പെട്ട് അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. കൂട്ടത്തിൽ സുന്നത്തായ തടി കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണല്ലോ. ഫർളായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർളായ നിസ്കാരവും, സുന്നത്തായ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരവുമാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നേരത്തെ പറഞ്ഞേക്ക് സ്വലാത്ത് മജ്ലിസ്, ദിക്ർ ഹൽഖാസ്, അതുപോലെ തന്നെ മൗലിദ് മജ്ലിസ് തുടങ്ങിയതും അല്ലാത്ത ദുന്യവിയായിരിക്കുന്ന മറ്റു കാര്യങ്ങളും അതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അവന്റെ മേൽ ഹറാമാണ് എന്ന് മാത്രമല്ല, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യപ്പെട്ട ഇബാദത്തുകളാവുന്ന സുന്നത്ത് നിസ്കാരം പോലും ഹറാമാകും എന്ന് പറഞ്ഞാൽ അവന്റെ മുഴുവൻ സമയവും ഫർളിലേക്ക് ഉപയോഗിക്കണം, സുന്നത്തിന് വിനിയോഗിക്കാൻ പാടില്ല. കാരണം കടണ്ടാവുമ്പോ പിന്നെന്ത് ധർമ്മ. അപ്പോ സുന്നത്തിനേക്കാൾ ഇവിടെ ഫർളിന് മുൻഗണന കൊടുക്കണം. ഇത് വെച്ചിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും? പള്ളിക്കലങ്ങനെ തറാവീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നടക്കുന്നുണ്ട്, ഇവൻ പോയിട്ട് പീഡിയക്കൊലയുമ്പോൾ ഇങ്ങനെ തൊള്ളിയും കാട്ടി കുത്തിരിക്കുക. അപ്പൊ ഒരാൾ പറഞ്ഞു, എന്താടോ പീഡിയയിലിരിക്കണത്, പള്ളിക്കൽ തറാവീഹ് നിസ്കരിക്കുന്നത്, എനിക്ക് കുറച്ച് ഫർള് നിസ്കാരം ഖളാ വീട്ടാണ്ട്, അതുകൊണ്ട് സുന്നത്കാരക്കല് ഹറാമാണെന്ന് മൗലവിമാരൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അവന് ഫർളുമില്ല സുന്നത്തുമില്ല. ഇതല്ല ഈ പറഞ്ഞ കൽപ്പനന്റെ അർത്ഥം. മറിച്ച് അവൻ ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയവും കൂടി ഫർള് നിസ്കരിച്ച് ഖളാ വീട്ടാൻ ഉപയോഗിക്കണം എന്നാണ്. അല്ലാതെ ഫർളോട്ട് ഖളാ വീട്ടുമില്ല, എന്നാ ഫർള് നിസ്കാരം ഖളാ വീട്ടാനുള്ളത് കൊണ്ട് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണെന്ന് അറിഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരം അത് ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെയല്ല, ഫർളായ സമയം കൂടാതെ കഴിയാത്ത സമയം കഴിച്ച് ബാക്കി മുഴുവൻ സമയവും ഫർള് നിസ്കരിച്ച് ഖളാ വീട്ടാൻ വിനിയോഗിക്കണം എന്ന്. ഇതിപ്പോ ഉസ്റില്ലാതെ ഖളായവർക്കാ. ഇനി ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖളായാൽ ഉസ്റാണല്ലോ. അങ്ങനെ ഖളായാളോ വയുബാദിറുബിഹി, ഈ നഷ്ടപ്പെട്ട ഫൗത്തായ നിസ്കാരം കൊണ്ട് മുബാദറത്ത് ചെയ്യണം, ഉളരണം, നദുബൻ സുന്നത്തായിട്ട്. ഇൻഫാത്ത നിസ്കാരം ഖളാ ആയതായിരുന്നെങ്കിൽ ബിഉസ്രിൻ, ഉസ്റോടുകൂടി, ശറഅ് അനുവദിച്ച ഉസ്റോടുകൂടി ഒരു നിസ്കാരം ഖളായി. എന്നാൽ
എത്രയും പെട്ടെന്ന് അത് ഖളാ വീട്ടൽ സുന്നത്താണ്. ഉദ്റില്ലാതെ ഖളായി, എന്നാൽ എത്രയും പെട്ടെന്ന് അത് ഖളാ വീട്ടൽ ഫർളുമാണ്. ഇങ്ങനെ പറഞ്ഞു. അതെങ്ങനെ ഉദ്റിന്ന്? കനൗമിൻ, ഉദാഹരണം ഉറങ്ങുന്നു. എങ്ങനെ ഉറക്കേണ്ട രണ്ട് അതുണ്ട്. ലം യതഅദ്ദ ബിഹി, ആ ഉറക്കുകൊണ്ട് അവനിൽ നിന്ന് മനഃപൂർവ്വമുള്ള അതിക്രമം വന്നിട്ടില്ല. അതെങ്ങനെ ഉറക്കം കൊണ്ട് അതിക്രമം വരിക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ളുഹ്ർ ബാങ്ക് കൊടുത്തു. ളുഹ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷം ഇവർ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ളുഹ്ർ നിസ്കരിച്ച് കിടന്നുറങ്ങാണോ വേണ്ടത്? എന്നാ ളുഹ്ർ നിസ്കരിച്ചോ? ഇല്ല. വഖ്ത് കിടന്നതിന് ശേഷം ഫർളായ നിസ്കാരം നിസ്കരിക്കാതെ, എന്നാൽ ഇടക്ക് വെച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഉണരാൻ വേണ്ടിയിട്ടുള്ള അലാറം വെക്കിയ മറ്റു കാര്യങ്ങളോ ചെയ്തു. അങ്ങനെയൊന്നും ചെയ്യാതെ ഒരാളെ ഏൽപ്പിക്കുകയോ വിളിക്കാൻ ഉണരുമെന്നുള്ള വന്ന് ഇല്ലാതെ വഖ്ത് കടന്നതിന് ശേഷം നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ ഹറാമാ. അപ്പൊ അങ്ങനെയാണ് ഒരാൾ കിടന്നുറങ്ങിയത്. ഗൗരവം കൊടുത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര ഉറക്കം വന്നു. അപ്പോ ഒരാളോട് വിളിക്കാൻ ഏൽപ്പിക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല. രാത്രി ഉറങ്ങാത്തത് കൊണ്ട് വല്ല ക്ഷീണമുണ്ട്. അപ്പൊ പിന്നെ ഗൗരവം കൊടുത്തതിന് ശേഷം കിടന്നുറങ്ങിയ അസറിന്റെ മുമ്പ് ഉണരും എന്നുള്ള എനിക്കൊരു വന്നുവാനില്ല. അങ്ങനെ കിടന്നുറങ്ങിയാൽ അത് ഉദ്റില്ലാത്തതാണ്. കാരണം അത് തഅദ്ദിയാണ്. ഒരു പക്ഷേ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങണം, അതല്ലെങ്കിൽ വഖത്തിന് മുമ്പ് കിടന്നുറങ്ങിയാൽ ഈ പറഞ്ഞ തഅദ്ദി വരുന്നില്ല. വഖ്താവുന്നതിന് മുമ്പാണ് ഒരാൾ കിടന്നുറങ്ങി, ആ ഉറക്കം അങ്ങോട്ട് നീണ്ടിട്ട് ഖളായിപ്പോയി, അവിടെ ഉദ്റില്ല. അതേസമയത്ത് വഖ്തായി കഴിഞ്ഞാൽ നിസ്കരിച്ചിട്ടേ കിടക്കാവൂ. ഇനി അതിന് അസൗകര്യമുണ്ടെങ്കിൽ വഖ്ത് ഖളാവുന്നതിന് മുമ്പ് ഉണരാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്ത് ഖളാ ആവില്ല എന്നുള്ള വന്ന് ഉണ്ടാവണം. അങ്ങനെ കിടന്നുറങ്ങിയാൽ തർക്കമില്ല. അപ്പോഴേ ഉദ്റ് എന്നറിയുള്ളൂ. ആ വന്നില്ലാത്ത നിലക്ക് വഖ്തായതിനു ശേഷം കിടന്നുറങ്ങിയാൽ തഅദ്ദിയാണ്. അപ്പൊ അവിടെ ഉദ്റില്ലാതെ ഖളായി എന്ന് തന്നെ പറയും. അപ്പൊ എല്ലാ ഉറക്കും ഉദ്റല്ല എന്നർത്ഥം. മറ്റേ ചെയ്യാൻ കിടക്ക, അവന്റെ അടുക്കലുള്ള വീഴ്ച ഇല്ലാതെ മറവി. അങ്ങനെ വീഴ്ചയുള്ള മറവി എന്ന് പറയുന്നത്, ഇവൻ ഫുട്ബോൾ കളി കാണാൻ പോയി, അല്ലെങ്കിൽ അതങ്ങോട്ട് നീണ്ട് ഇതിലങ്ങോട്ട് ലയിച്ചു പോയി. ഇപ്പൊ ഫുട്ബോൾ കളിയല്ല, ഇപ്പൊ ക്രിക്കറ്റാണല്ലോ. രാവിലെ തുടങ്ങിയിട്ട് പാതിരാവോളൊക്കെ മുത്തവാലിയായിട്ടുള്ള കളിയാ. അങ്ങനെ ഈ കളിയിലാണ്ട് ലയിച്ചു പോയി. ഇവൻ കളിക്കുകയല്ല, അവൻ കണ്ടിക്കുകയാണ്. അങ്ങനെ ളുഹ്റായതും ഖളായതും ഒന്നും ഓൻ അറിഞ്ഞേ ചെയ്തില്ല. അവസാനം വാച്ച് നോക്കുമ്പോ 5 മണിയാണ്. പടച്ചോനെ ളുഹ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ. അവിടെ എഴുതല്ല. കാരണം എന്തുകൊണ്ട്? ഈ കാര്യത്തിൽ അവൻ പോയി നിസ്കാരം ഖളാ ആക്കുക എന്ന് പറയുന്നത് ഉദ്ർ വിധിക്കപ്പെടുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ശറഇൽ ഒരു ആവശ്യമുള്ള കാര്യമായി എണ്ണപ്പെട്ടതല്ല, ആവശ്യമില്ലാത്ത കാര്യമാണ്. ഹറാമാണെന്ന് വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും ശറഇൽ ആവശ്യമുള്ള കാര്യം എന്ന പട്ടികയിൽ പെടാത്ത, അനാവശ്യം എന്ന പട്ടികയിൽ പെട്ട കാര്യവുമായി ഷോലായിട്ടാണ് മറവി പറ്റിയത്. അവിടെ വരില്ല. അപ്പൊ ഇതോടുകൂടി ഇവന്റെ അടുക്കൽ വീഴ്ചയില്ലാതെ മറന്നു പോവുകയോ വീഴ്ചയില്ലാത്ത നിലക്ക് ഉറക്കം കൊണ്ടോ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അത് ഉദ്റാണ്. അങ്ങനെ ഉദ്റുണ്ടായാൽ ഉടനെ ഖളാ വീട്ടൽ സുന്നത്താണ്. ഉദ്ർ ഇല്ലാതെയാണെങ്കിൽ ഉടനെ ഖളാ വീട്ടൽ വുജൂബുമാണ്. ഓക്കെ. എന്നാൽ കുറെ നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിലോ യുസന്നു, സുന്നത്താക്കപ്പെടും, തർത്തീബുഹു, ഖളായ നിസ്കാരത്തെ ക്രമം പാലിക്കൽ. എന്നാ ഫർളായ നിസ്കാരത്തിന്റെ ക്രമം, യഥാർത്ഥ അതാതിന്റെ ക്രമം പാലിച്ചുകൊണ്ട് ഖളാ വീട്ടുക. അപ്പൊ ഫയഖ്ളി, ഈ ഖളാ ആയ വ്യക്തി ഖളാ വീട്ടണം. അസ്സുബ്ഹ, സുബ്ഹിയെ ഖളാ വീട്ടണം. ഖബല ളുഹ്രി, ളുഹ്റിന്റെ മുമ്പ്. വഹക്കദ അസറിന്റെ മുമ്പ് ളുഹ്ർ നിസ്കരിക്കണം, മഗ്രിബിന്റെ മുമ്പ് അസർ നിസ്കരിക്കണം, ഇശാഇന്റെ മുമ്പ് മഗ്രിബ് നിസ്കരിക്കണം. ഇങ്ങനെ, അതായത് ഒരു ദിവസം രാവിലെ ആദ്യം സുബഹിയാണല്ലോ എന്ന്, രണ്ടാമതാണ് ളുഹ്ർ വരുന്നത്, മൂന്നാമതാണ് അസർ വരുന്നത്, നാലാമതാണ് മഗ്രിബ് വരുന്നത്, അഞ്ചാമതാണ് ഇശാ വരുന്നത്. ഈ ക്രമം പാലിച്ചുകൊണ്ട് നിസ്കരിക്കാം. അപ്പോ ളുഹ്റും അസറും ഖളായിന്. എന്നാ പിന്നെ ആദ്യം അസർ നിസ്കരിക്കുക, പിന്നെ ളുഹ്ർ നിസ്കരിക്കുക, അത് സുന്നത്തിനെതിരാണ്.
മറിച്ച് സുന്നത്ത് അളായ നിസ്കാരങ്ങളെ തെർത്തീബാക്കി നിസ്കരിക്കൽ സുന്നത്ത. രണ്ടും കളായത് തന്നെയാണ്. അല്ലെങ്കിൽ 10 നിസ്കാരമുണ്ട്, 10 കളായത് തന്നെ. അതിന്റെ ആ ക്രമപ്രകാരം സുബൈ, ദുഹർ, അസർ, മഗ്രിബ്, ഇശാ എന്ന ഈ ക്രമത്തിൽ അങ്ങനെ നിസ്കരിക്കുക, അത് സുന്നത്താണ്. മാത്രമല്ല തഖ്ദീമുഹു, ഈ ഖളായ നിസ്കാരത്തെ മുന്തിക്കലും സുന്നത്താണ്. അലാ ഹാദിറത്തിൻ, അദാ ആയ നിസ്കാരത്തെക്കാളും മുന്തിക്കലും സുന്നത്താണ്. എങ്ങനത്തെ അദാ ആയ നിസ്കാരം? ലാ യഖാഫു ഫൗതഹാ, ലാ യഖാഫു ഫൗതഹാ, ഈ അദാ ആയ നിസ്കാരം ഖളായി പോകുമെന്ന് ഭയപ്പെടാത്ത തരത്തിലുള്ള അദാ ആയ നിസ്കാരം. അതായത് സുബഹി നിസ്കരിച്ചിട്ടില്ലേനി, എന്തോ ഷോളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല, ളുഹ്റായിന്. ഇപ്പൊ ഇങ്ങനെ പള്ളി പെട്ടെന്ന് ഉളു കൊടുത്ത് നിസ്കരിക്കണം എന്ന് ദിവം വന്ന് നോക്കുമ്പോ 3:30 സമയം. 3:30 ഇനി 5 മിനിറ്റും കൂടിയുള്ളൂ അസർ ബാങ്ക് വിളിക്കാൻ. അപ്പൊ അവൻ ചിന്തിച്ചു, ആദ്യം 2 റക്അത്ത് സുബ്ഹി നിസ്കരിച്ചു, അതിന്റെ ശേഷം ളുഹ്ർ നിസ്കരിച്ചാൽ സുബഹി കഴിഞ്ഞ് ളുഹ്റിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് അസറായി പോവും എന്ന് കണ്ടാൽ അവിടെ ഈ അദായ നിസ്കാരത്തെക്കാൾ ഈ ഖളായിനെ മുന്തിക്കാൻ പാടില്ല. കാരണം എന്താ? ഖളായത് ഏതായാലും ഖളായല്ലോ. ഇനി അത് ഖളാ വീട്ടിയിട്ട് ഈ അദായിലേക്ക് പ്രവേശിക്കാം എന്ന് വെക്കുമ്പോക്ക് ഇതും കൂടി ഖളാവും. അപ്പോ ഒന്നേതായാലും ഖളായി, അതിനുവേണ്ടി ഇനി മറ്റൊന്നിനെ ഖളാ വീട്ടേണ്ടതില്ല, അല്ല ഖളാ ആക്കേണ്ടതില്ല എന്ന നിലക്ക് അദാ ആയ നിസ്കാരം ഖളാ ആയി പോകുമെന്ന് ഭയപ്പെട്ടാൽ ആ അദായിനെ നിസ്കരിച്ചതിന് ശേഷം ഖളാ വീട്ടിയാൽ മതി. തർത്തീബ് നോക്കും, ആദ്യം സുബഹി പിന്നെ ളുഹ്ർ എന്നാണല്ലോ, അതൊന്നും നോക്കണ്ട. ഏതായാലും സുബഹി ഖളായി, ഇനി സുബഹിക്ക് വേണ്ടിയിട്ട് ളുഹ്റിനെ ഖളാ ആക്കണ്ട എന്നുള്ള നിലക്ക് ആദ്യം ളുഹ്ർ നിസ്കരിക്കുക, എന്നിട്ട് സുബഹി നിസ്കരിച്ചാൽ മതി. അതിപ്പോ എപ്പോഴാണ്? ഇൻഫാത്ത ബിഉദ്രിൻ, സുബഹി ഖളായത് ഉദ്റോടുകൂടിയാണ്. എന്നാൽ അദായ നിസ്കാരത്തിന്റെ മുമ്പ് ഖളാ വീട്ടൽ സുന്നത്ത്. സുബഹി ഉദ്റോടുകൂടി ഖളായതാണ്, ളുഹ്ർ അദാഇന്റെ വഖ്തുവായിരുന്നു. എന്നാൽ ളുഹ്ർ കൂടി ഖളാവുന്ന പേടിയില്ലെങ്കിൽ ഈ ളുഹ്റിനെ നിസ്കരിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കരിക്കുകയും പിന്നീട് ളുഹ്ർ നിസ്കരിക്കുകയും ചെയ്യും സുന്നത്താണെന്ന് പറഞ്ഞ എപ്പോഴാണ്? ഇൻഫാത്ത ബിഉദ്രിൻ, ഈ സുബഹി നിസ്കാരം ഉദ്റോടുകൂടി ഖളായതാണെങ്കിലാണ്. ഇനി ഉദ്ർ ഇല്ലാതെ ഖളായതാണെങ്കിലോ അതിന് പറയുന്നത്. അപ്പൊ വുജൂബാവും നടത്തും. വഇൻ ഖശിയ, ഇവിടെ അദായ നിസ്കാരത്തിനേക്കാൾ ഖളാനെ മുന്തിക്കണം, അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞ് ഇൻ ഖശിയ, ഈ ഖളാ വീട്ടുന്ന വ്യക്തി ഭയപ്പെട്ടിരുന്നാലും ഫൗത്ത ജമാഅത്തിഹ, ഈ അദായ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ സുബഹി നിസ്കരിക്കാൻ നിൽക്കുക, അപ്പൊ അവിടെ ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട് ളുഹ്റിന്റെ, അതിപ്പോ 2 റക്അത്ത് കഴിഞ്ഞാണ്. ഇപ്പൊ സുബഹി നിസ്കരിച്ചിട്ട് സലാം വീട്ടി ആ ജമാഅത്തിലേക്ക് ചെന്നാൽ അതിന് മുമ്പ് ആ ജമാഅത്ത് കഴിയും. വേറെ ഒരു ജമാഅത്തിനെ പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനത്തെ സലാവട്ടിക്കുള്ളിൽ നാട്ടുപുറങ്ങളാണ് പൊതുവെ, അങ്ങനെ കൂടുതൽ ജമാഅത്ത് നടക്കൂല. ഇയാൾ എത്തിയപ്പോത്ത് ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 മാർഗം അയാളെ മുന്നിലുണ്ട്. ഒന്ന്, സുബഹി നിസ്കാരം ഖളാ വീട്ടാനുണ്ട്. ആ സുബഹി ഖളാ വീട്ടാൻ നിന്നാൽ ളുഹ്റിന്റെ ജമാഅത്ത് നഷ്ടപ്പെടും. എന്നാൽ അവിടെ ളുഹ്റിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, സുബഹി ഖളാ വീട്ടിയതിന് ശേഷം ളുഹ്ർ നിസ്കരിക്കലാണ് സുന്നത്ത്. അതിപ്പോ ഉദ്റിനോട് കൂടി ഖളായോർത്ത് തന്നെ ജമാഅത്തിനേക്കാളും പ്രാമുഖ്യം കൊടുക്കേണ്ടത് തർത്തീബിന്, ആദ്യം ഖളായിനെ ആദ്യം നിസ്കരിക്കുക, പിന്നെ അദായ നിസ്കരിക്കുക എന്ന സുന്നത്തിനെയാണ് ജമാഅത്തിനേക്കാളും മുന്തിക്കേണ്ടത്. ജമാഅത്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയിലാണ് അനിൽ മുഅ്തമദി. പക്ഷെ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഉദ്റുണ്ട്. നിസ്കാരം ഖളായത് ഉദ്റോട് കൂടിയാണ്. ആ ഉദ്റോടുകൂടി ഖളായ നിസ്കാരത്തെ ഖളാ വീട്ടുമ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് കണ്ടാൽ അവിടെ ജമാഅത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, പിന്നീട് ഖളാ വീട്ടിയാൽ മതി എന്ന് ചില ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് മുഅ്തമദ്
ജമാഅത്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ഈ ഖളായ നിസ്കാരത്തെ ആദ്യം ഖളാ വീട്ടിയിട്ട് പിന്നീട് അതായ നിസ്കാരത്തെ നിർവഹിക്കുകയാണ് വേണ്ടത്. അതൊക്കെ ഇപ്പോൾ ഉദ്റുണ്ട് ഉള്ളോർത്ത്. ഇനി ഇദാ ഫാത്ത നിസ്കാരം ഖളാ ആയതാണെങ്കിൽ ബിലാ ഉദ്രിൻ, സാധാരണ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ മടിമൊഴിച്ചൽ കാരണം, ഈ അലസത കാരണം നഷ്ടപ്പെട്ട നിസ്കാരമാണ്, ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ സംഭവിച്ചതല്ല. അങ്ങനത്തെ നിസ്കാരാണെങ്കിലോ ഫയജിബു തഖ്ദീമുഹു, ഖളാ വീട്ടലിന് ആ ഖളായ നിസ്കാരത്തെ മുന്തിക്കൽ വുജൂബ് തന്നെയാണ് അലൈഹാ, ഈ അദാ ആയ നിസ്കാരത്തിനേക്കാൾ. ഇതിപ്പോ എപ്പോഴാ ഈ ഖളാ വീട്ടി കഴിഞ്ഞ് പിന്നെ അതാ നിസ്കരിച്ചാൽ അതാ ഖളാ ആവൂലാന്ന് കണ്ടാൽ, അവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, അത് നോട്ടല്ല. എന്തായാലും ഉദ്റോട് കൂടിയാണ് ഖളായതെങ്കിൽ ഈ അദായിനേക്കാൾ ഖളായിനെ മുന്തിക്കൽ സുന്നത്ത്. അതേ സമയത്ത് ഉദ്റില്ലാതെ ഖളായതാണെങ്കിൽ അദാ ആയ നിസ്കാരത്തെക്കാൾ ഖളായതിനെ മുന്തിക്കൽ വുജൂബും. അവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിയമം അങ്ങനെ തന്നെ. അതേ സമയത്ത് അമ്മ ഇദാ ഖാഫ ഫൗത്തൽ ഹാദിറത്തി, ഇനി ഖളാ വീട്ടുമ്പോഴേക്ക് അദായ നിസ്കാരവും ഖളാവും എന്ന് ഭയപ്പെട്ടാലോ, മുഴുവനായിട്ട് ഖളായൊന്നുമില്ല, ഈ അദായ നിസ്കാരത്തിൽ നിന്ന് കുറച്ചു ഭാഗമെങ്കിലും വരും. വൈൻ കല്ല, അത് കുറച്ച് സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പാണ് ഖളായത്. സലാം വീട്ടുക എന്ന് പറയുന്ന ഒരു ഫർള് മാത്രം ഏതിൽ വന്നു, വഖ്തിന് ശേഷം വന്നു, എന്നാലും വേണ്ടിയില്ല. അപ്പൊ അദായ നിസ്കാരം ഖളാ ആയി പോകും എന്ന് ഭയപ്പെട്ടാൽ ഫയൽസമുൽ ബദ്ഉ ബിഹാ, അവിടെ പിന്നെ അതായ നിസ്കാരം തന്നെ തുടങ്ങൽ നിർബന്ധമാണ്. കാരണം എന്താ, ഖളായതാലും ഖളായല്ലോ. ഇനി പിന്നെ അതായ ഈ നിസ്കാരത്തെ കൂടി ആ ഖളാ നിസ്കാരത്തെ ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഇതും കൂടി ഖളാക്കണ്ട എന്ന് വെച്ചിട്ട്. ഇനി അതാവും ഖളാവും കൂടി ഉള്ളവർക്ക് വിഷയമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒരു നിസ്കാരം അതാ ഉണ്ട്, ഒരു നിസ്കാരം ഖളാവും ഉണ്ട്. എന്നാൽ ആദ്യം ഖളാ ഉള്ളത് നിസ്കരിച്ചിട്ട് പിന്നെ അതായത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും വിരോധമില്ല. അത് ഉദ്റോടുകൂടി ഖളായതാണെങ്കിൽ ഇങ്ങനെ അദായിനേക്കാൾ ഖളായിനെ മുന്തിക്കൽ സുന്നത്തും, ഉദ്റില്ലാതെ ഖളായതാണെങ്കിൽ വുജൂബുമാണ് എന്ന് പറഞ്ഞത് എപ്പോഴാ, ഈ ഖളാ വീട്ടൽ കൊണ്ടിട്ട് അദായ നിസ്കാരം ഖളായിൽ പെട്ടുപോകാതെ വരുമെങ്കിലേ ഉള്ളൂ. അതും കൂടി ഖളാവെന്ന് കണ്ടാൽ ആദ്യം അദായത് നിസ്കരിച്ചതിന് ശേഷം ഖളാ വീട്ടിയാൽ മതി. ഇനി കുറെ ഖളായ നിസ്കാരങ്ങളുണ്ട്. അങ്ങനെ വന്നാലോ വയജിബു, നിർബന്ധമാണ് തഖ്ദീമു മാ ഫാത ബിഗൈരി ഉദ്രിൻ, ഉദ്റില്ലാതെ ഖളാ ആയ നിസ്കാരത്തെ മുന്തിക്കൽ അലാ മാ ഫാത ബി ഉദ്രിൻ, ഉദ്റോട് കൂടി ഖളായതിനേക്കാൾ ഉദ്റില്ലാതെ ഖളായതിനെ മുന്തിക്കണം. അവിടെ വയും ഫഖദ തർത്തീബ, തർത്തീബ് ഇല്ലെങ്കിലും വിരോധമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ഉദാഹരണം, ഒരാള് സുബി ഉറക്കം കൊണ്ട് നഷ്ടപ്പെട്ട് ഖളായി, ളുഹ്ർ എന്തോ കൂലിപ്പണിക്ക് പോയിട്ടോ അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ഇടപെട്ടിട്ട് നമ്മളാളുകൾക്കുണ്ടല്ലോ കുളിച്ചിരിക്കണം എന്ന് പറയുന്നത്, മണ്ണോ ചളിയോ ആയി നെല്ലിട്ട് നിസ്കരിക്കുന്നതിനൊരു തടസ്സമില്ല. നമ്മളാളുകളുടെ ഒരു അന്ധവിശ്വാസമാണ് കുളിച്ചെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂ. അങ്ങനെ കുളിച്ചൊക്കെ ഒരുങ്ങി വന്ന പോക്ക് ളുഹ്റും ഖളായി, അസ്റായി. ഇങ്ങനെ വന്നാൽ ഇപ്പൊ അവന് സുബി ഖളായിട്ടുണ്ട്, ളുഹ്റും ഖളായിട്ടുണ്ട്. തർത്തീബ് നോക്കിയാൽ ആദ്യം സുബി സ്കരിക്കണം, പിന്നെ ളുഹ്ർ സ്കരിക്കണം. പക്ഷെ സുബി ഖളായിന് ഉദ്റുണ്ട്, ളുഹ്ർ ഖളായിന് ഉദ്റില്ല. ഇവിടെ ഉദ്റില്ലാതെ ഖളായ ളുഹ്ർ ആദ്യം നിസ്കരിക്കൽ വുജൂബാണ്, പിന്നീട് സുബി സ്കരിക്കാൻ പാടുള്ളൂ. അപ്പൊ അവിടെ തർത്തീബ് പോവല്ലോ, ആയിക്കോട്ടെ. കാരണം എന്താ, തർത്തീബ് പാലിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. അതേ സമയത്ത് ഉദ്റില്ലാതെ ഖളായതിനെ വേഗത്തിൽ നിർവഹിക്കുക എന്ന് പറയുന്നത് വുജൂബുമാണ്. അപ്പോൾ ഇവിടെ തർത്തീബ് നഷ്ടപ്പെട്ടാൽ ഒരു സുന്നത്തെ നഷ്ടപ്പെടുന്നുള്ളൂ. അതേ സമയത്ത് ഇവിടെ തർത്തീബ് എടുത്താൽ ഉദ്റില്ലാതെ ഖളായതിനെ വേഗത്തിൽ നിർവഹിക്കൽ വുജൂബാണെന്ന് പറഞ്ഞാൽ ആ വുജൂബ് നഷ്ടപ്പെടും. അപ്പൊ വുജൂബ് എടുത്തുകൊണ്ട് ഉദ്റില്ലാതെ ഖളായതിനെ ആദ്യം നിസ്കരിക്കുക, ഉദ്റുള്ളോട് കൂടി ഖളായതിനെ പിന്നെ നിസ്കരിക്കുക. അവിടെ തർത്തീബ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, അന്നഹു സുന്നത്തും, ഈ തർത്തീബ് പാലിക്കുക എന്ന് പറയുന്ന സുന്നത്തേ ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞല്ലോ, യുസന്നു തർത്തീബുഹു എന്നല്ലേ പറഞ്ഞുള്ളൂ. എന്നാൽ
വൽ ബിദാറു വാജിബുൻ, ഉദ്റില്ലാതെ ഖളായതിനെ വേഗത്തിൽ നിർവഹിക്കുക എന്ന് പറയുന്ന വുജൂബാണ്. അപ്പൊ ആ വുജൂബിന് മുൻഗണന കൊടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഉദ്റില്ലാതെ ഖളായതിനെ ഖളാ വീട്ടണം, എന്നിട്ട് പിന്നെ ഉദ്റോടുകൂടി ഖളായതിനെ ഖളാ വീട്ടുകയാണ് വേണ്ടത്. അവിടെ തർത്തീബ് പ്രശ്നമാക്കേണ്ടതില്ല. കാരണം ഫർദിനാണ് സുന്നത്തിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ട്. ഇനി ഒരാള് ളുഹറും അസറും മഗ്രിബും കൂടി ഒന്നിച്ച് നിസ്കരിക്കുകയാണ്. ഉദാഹരണം ളുഹറും അസറും ഖളാ ഒട്ടിക്കൊള്ളി, മഗ്രിബിന്റെയാണ്. ളുഹറിന്റെ 2 റക്അത്ത് സുന്നത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത്, അസറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ സുന്നത്തുകളൊക്കെ എന്ത് ചെയ്യണം? വയുന്തബു, സുന്നത്താക്കപ്പെടും. തഖീറു റവാതിബി, റവാതിബ് സുന്നത്തുകളെ പിന്തിക്കല്, അനിൽ ഫവാഇതി ബിഉദ്രിൻ, ഉദ്റോട് കൂടി ഖളായ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായ ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖളാ ആയിപ്പോയ നിസ്കാരത്തെ നിസ്കരിക്കുകയാണ്. അവിടെ മുബാദറത്ത് സുന്നത്തല്ലേ ഉള്ളൂ. അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാ? ആദ്യം ളുഹറിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ട് ളുഹർ നിസ്കരിച്ചു, പിന്നെ ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അതിന് ശേഷം അസർ നിസ്കരിച്ചു. അങ്ങനെ പോരാ. പക്ഷേ നല്ലത് ആദ്യം ളുഹർ നിസ്കരിച്ചു, ഉടനെ അസർ നിസ്കരിച്ചു, പിന്നീട് മഗ്രിബ് നിസ്കരിച്ചു, എന്നിട്ട് പിന്നെ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക, ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, അതുപോലെ തന്നെ അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക, മഗ്രിബിന്റെ സുന്നത്ത് മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, ഒക്കെ മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം. ഇതാണ് സുന്നത്ത്. കാരണം എന്താണ്? മുബാദറത്ത് സുന്നത്താണല്ലോ. ഉദ്റുണ്ടായിട്ട് ഖളായ നിസ്കാരാണെങ്കിൽ തന്നെ മുബാദറത്ത് സുന്നത്താണ്. എന്നാൽ യജിബു തഖീറുഹാ, ഈ റവാതിബ് സുന്നത്തുകളെയൊക്കെ പിന്തിക്കൽ വുജൂബ് തന്നെയാവും. അനിൽ ഫവായിതി ബിഉദ്രിൻ, ഉദ്റില്ലാതെ ഖളായ നിസ്കാരത്തെ തൊട്ട്. കുറെ നിസ്കാരങ്ങളില്ലേ, 1-2 നിസ്കാരം ഖളായിട്ടുള്ള ഉദ്റില്ലാതെ ഖളായതാണ്. എന്നാൽ പിന്നെ അവിടെ ആ ഉദ്റില്ലാതെ ഖളായ നിസ്കാരത്തെ ആദ്യം നിർവഹിക്കൽ വുജൂബാണ്. അതിന്റെ ശേഷമേ സുന്നത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പറഞ്ഞല്ലോ, ഉദ്റില്ലാതെ ഖളായാൽ അവന്റെ മുഴുവൻ സമയവും ജീവിതത്തിൽ കൂടാതെ കഴിയാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ സമയം കഴിച്ച് ബാക്കി മുഴുവൻ സമയവും ഏതിനുപയോഗിക്കണം? ഈ ഉദ്റില്ലാതെ ഖളായ നിസ്കാരത്തെ ഖളാ വീട്ടാൻ ഉപയോഗിക്കണം. അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. അതാണ് ഇവിടെ പിന്തിക്കണമെന്ന് പറഞ്ഞു. ഇടക്ക് ഫർളൊക്കെ നിസ്കരിച്ച് വീടി കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കാമല്ലോ. അപ്പൊ ആ റവാത്തിബുകളൊക്കെ പിന്തിച്ച് നിസ്കരിക്കൽ വുജൂബാണ്. ആട്ടെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു മസ്അല പ്രത്യേകമായി ഒരു ഓർമ്മപ്പെടുത്ത്, തംബീഹ്. ഇതൊരു ഉണർത്തലാണ്, ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്. എന്താണ്? പലപ്പോഴും നമുക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഒരു വ്യക്തി മാത്ത, അദ്ദേഹം മരണപ്പെട്ടു. എങ്ങനെ? വാലൈഹി, അദ്ദേഹത്തിന്റെ മേൽ കടമയായി ശേഷിപ്പുണ്ട് സ്വലാത്തു ഫർളിൻ, ഫർളായ നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 നിസ്കാരം ആയിക്കൊള്ളണമെന്നില്ല, മറിച്ച് നേർച്ചയാക്കിയാലും ഫർളാവുമല്ലോ. ഉദാഹരണം, ഒരാൾ ദുഹാ നിസ്കാരം നേർച്ചയാക്കിയിരുന്നു, അല്ലെങ്കിൽ വിത്ർ നിസ്കാരം നേർച്ചയാക്കിയിരുന്നു, അല്ലെങ്കിൽ റവാത്തിബ് സുന്നത്ത് നേർച്ചയാക്കിയിരുന്നു, നോക്കിക്കോളിങ്ങൾ. അങ്ങനെ നേർച്ചയാക്കിയ നിസ്കാരം ബാക്കിയുണ്ട്. അതല്ലെങ്കിൽ 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽപ്പെട്ട വല്ല ഫർള് നിസ്കാരങ്ങളും ബാക്കിയുണ്ട്. അങ്ങനെ ഒരാൾ നിസ്കരിച്ച മരണപ്പെട്ടു. അപ്പൊ നിസ്കാരം ഖളാ വീട്ടാനുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു. എന്നാൽ ശാഫി മദ്ഹബിന്റെ അടിസ്ഥാന നിയമപ്രകാരം ലം തുഖ്ളാ, അത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയ ആളുകൾ മുഖേന ഖളാ വീട്ടപ്പെടാൻ കഴിയില്ല. എന്നല്ല ഖളാ വീട്ടാൻ നിയമമില്ല എന്നർത്ഥം. മരിച്ചുപോയ വ്യക്തികൾ നഷ്ടപ്പെട്ട നിസ്കാരം ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളോ സ്നേഹിതന്മാർക്കോ ഖളാ വീട്ടാൻ പറ്റില്ല എന്ന് മാത്രവുമല്ല, വലം തുഫ്ദഅൻഹു, അവനെ തൊട്ട് ഫിദിയ നൽകപ്പെടുകയുമില്ല. എന്നാൽ ഒരു നിസ്കാരത്തിന് ഒരു മുദ്ദു എന്ന നിലക്ക് ഫിദിയായിട്ട് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റൂല. ഇതാണ് ഷാഫി മദ്ഹബിന്റെ അസ്ലു നിയമം, മുഅത്തമദ് അതാണ്. അപ്പോ ഖളാ ആയ നിസ്കാരത്തിന് പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ജീവിച്ചിരിക്കുന്നവർക്ക് ദുആ ചെയ്യാന്നല്ലാതെ അയാൾ ചെയ്യേണ്ട നിസ്കാരം മറ്റുള്ളവർ നിസ്കരിക്കുകയോ അയാൾ ചെയ്യേണ്ട നിസ്കാരത്തിന് പകരം അദ്ദേഹത്തിന്റെ ധനത്തിൽ നിന്നിട്ട് ഫിദിയ കൊടുക്കുകയോ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഷാഫി മദ്ഹബിലെ മുഅത്തമദ്. എന്നാൽ വഫീ ഖൗലിൻ, മുഅത്തമദ് അങ്ങനെയാണെങ്കിലും
ഇമാമു തങ്ങളുടെ ഖൗൽ ഇന്നഹാ തുഫ്അലു അൻഹു, ഈ ഖളാ വീട്ടാനുള്ള വ്യക്തി മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി അതിനെ നിർവഹിക്കപ്പെടാം. സക്കാത്തൊക്കെ കൊടുക്കാണെങ്കിൽ അയാള് മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമല്ലോ. ഹജ്ജ് വീട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ഹജ്ജ് അയാളുടെ സ്വത്തിൽ നിന്നിട്ട് ചെയ്യിക്കണമല്ലോ. എന്നതുപോലെ നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഖളാ വീട്ടപ്പെടാം. അപ്പൊ ബന്ധുക്കൾക്കാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കാകാം, ഒക്കെ ആകാം എന്നൊരു ഖൗലുണ്ട്. ഇവിടെ രണ്ടഭിപ്രായം. ഇങ്ങനെ രണ്ടാം ഖൗൽ എടുത്തിട്ട് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അയാളുടെ മേൽ ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടുമ്പോൾ വസിയത്ത് വേണോ വേണ്ടേ? ഔസ്വാ ബിഹാ, ഈ നിസ്കാരം കൊണ്ട് വസിയത്ത്, അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യട്ടെ, അംല, വസിയത്ത് ചെയ്യാതിരിക്കട്ടെ. അയാളിങ്ങനെ ഇത്ര നിസ്കാരം എനിക്കുണ്ട്, നിങ്ങൾ ഖളാ വീട്ടണം എന്ന് വസിയത്ത് ചെയ്താലും കണക്കാണ്. അങ്ങനെ വസിയത്ത് ചെയ്തിട്ടില്ല, പക്ഷേ ബന്ധപ്പെട്ടവർക്ക് അറിയാം ഇത്ര നിസ്കാരം ബാക്കിയുണ്ട്. ഇങ്ങനെ അദ്ദേഹം വസിയത്ത് ചെയ്തിട്ടോ അല്ലാതെ ഇവർ അറിഞ്ഞിട്ടോ ഏതാനും നിസ്കാരങ്ങൾ ഖളാ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ എന്താക്കാം, അത് നിർവഹിച്ചു കൊടുക്കാം എന്നാണ്. അവിടെ വസിയത്ത് ചെയ്താലും വേണ്ടില്ല, വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, നിർവഹിക്കാം എന്നതാണ് അബ്ബാദിയു അനി ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ നിന്നും ഇങ്ങനൊരു ഖൗലിനെ അസ്ഹാബിൽപ്പെട്ട ഇമാം അബ്ബാദി എന്നവര് ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. ലി ഖബരിൻ ഫീഹി, ഇങ്ങനെ ഒരു വ്യക്തി മരണപ്പെടുകയും അദ്ദേഹത്തിന് ഏതാനും നിസ്കാരങ്ങൾ ഖളാ ഉള്ളുകയും ചെയ്താൽ അത് മറ്റുള്ളവർക്ക് നിർവഹിക്കാം എന്നറിയിക്കുന്ന ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അങ്ങനെ ഒരു ഖൗലുണ്ട് എന്ന് ഇമാം അബ്ബാദി തങ്ങൾ ഇക്കാറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഖൗൽ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിസ്കരിക്കാം എന്ന് മാത്രമല്ല, ഇത് മുഅ്തമദായ ഖൗലല്ലെങ്കിലും വഫഅല ബിഹി, ഈ ഖൗലിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു അസ്സുബുക്കിയു, ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മദ്ഹബിലെ അസ്ഹാബിൽ എണ്ണുമോ ഇല്ലേ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വലിയ പ്രഗത്ഭനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ തൊട്ടുപുറകിൽ വന്ന മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ദാറുൽ ഹദീസിന്റെ പ്രിൻസിപ്പാളായിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അതിനുശേഷം മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനത്ത് ദാറുൽ ഹദീസിൽ പ്രിൻസിപ്പാളായി നിയമിക്കപ്പെട്ട വ്യക്തി മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു. അപ്പം ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ തൊട്ടടുത്ത് എണ്ണാൻ പറ്റുന്ന അത്രയും യോഗ്യനായ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു ഈ ഖൗലനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട്. അൻബാദി അഖാരിബിഹി, തന്റെ ബന്ധുക്കളിൽപ്പെട്ട ചില ആളുകൾ മരണപ്പെട്ടപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന ഏതാനും നിസ്കാരങ്ങൾ മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു ഈ ഖൗലിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞത് മദ്ഹബിന്റെ അടിസ്ഥാനത്തിലുള്ള ലൈഫാണ്, എങ്കിലും അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് സ്വന്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി അമൽ ചെയ്യാൻ പറ്റും. ഈ ഖൗലെടുത്തിട്ട് ഇത് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് ഏതാനും നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ നിസ്കരിച്ച് ഖളാ വീട്ടുകയോ അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിനൊരു മുദ്ദ് എന്ന വിധി കൊടുക്കുകയോ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ ഫത്വ. മുഅ്തമദാണ്. എന്നാൽ മുഅ്തമദും ഫത്വയൊക്കെ അങ്ങനെയാണെങ്കിലും ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇങ്ങനൊരു ഖൗല് ഹിക്കായത്ത് ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു തങ്ങളെപ്പോലെയുള്ള വലിയൊരു മഹാൻ ആ ഖൗൽ അടിസ്ഥാനമാക്കി അമൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് വരുമ്പോ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മുടെ വാപ്പ മരിച്ചപ്പോ അല്ലെങ്കിൽ ഉമ്മ മരിച്ചപ്പോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ മരണപ്പെട്ടപ്പോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചപ്പോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടപ്പോ അങ്ങനെ നമ്മൾ വെച്ച് ഏറ്റവും അടുത്ത ബന്ധപ്പെട്ടവരെങ്കിലും മരിക്കുമ്പോൾ അവർക്ക് 1 2 നിസ്കാരം അല്ലെങ്കിൽ 4 5 നിസ്കാരം
ഖളായി പോയത് ബാക്കിയുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ ഖൗലിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അമൽ ചെയ്യാം. പക്ഷേ ഒരു ഉസ്താദിനോട് പോയിട്ട് ഫത്വ ചോദിച്ചാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ഖളാ വിട്ടാ അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിനോ മുദ്ദ കൊടുക്കണം എന്ന് ഫത്വ ചെയ്യാൻ പറ്റൂല. ഫത്വ ചെയ്യണമെങ്കിൽ മദ്ഹബിൽ മുഅ്തമദായിരിക്കണം. ഇതങ്ങനെ ഫത്വ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി അമൽ ചെയ്യുന്നതിന് തെറ്റില്ല. ഇനി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഹൈദ് നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ള മുസ്ലിമീങ്ങൾക്കാണല്ലോ നിസ്കാരം വുജൂബ് എന്ന് പറഞ്ഞത്. എന്നാൽ ഉമറു കുട്ടികൾ എന്ന് പ്രായപൂർത്തി എത്താത്തവരോട് കൽപ്പിക്കപ്പെടണം. അത് ദക്കറുൻ ഔ ഉൻസ, കുട്ടിയാണായാലും വേണ്ടിയില്ല പെണ്ണായാലും വേണ്ടിയില്ല. പക്ഷേ എങ്ങനത്തെ കുട്ടി? മുമയ്യിസുൻ, വകതിരിവെത്തിയ കുട്ടി. എങ്ങനെ ഈ വകതിരിവ് എന്ന് പറയുന്നത്? ബിഅൻസാറ, കുട്ടി ആവലുകൊണ്ട്, യഅ്കുലു, ഭക്ഷിക്കും, വയസ്റബു, കുടിക്കും, വയസ്തഞ്ചി, മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശൗചം ചെയ്യും, വഹദഹു, ഒറ്റക്ക് തന്നെ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും മറ്റൊരാളോ ഉമ്മാന്റെയോ മറ്റോ സഹായത്തിന്റെ ആവശ്യമില്ല, സ്വന്തം തന്നെ കഴിക്കും. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്താൽ അത് സ്വന്തം തന്നെ കഴുകി വൃത്തിയാക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയ ആൾക്കാണ് മുമയ്യിസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തമ്മീസിന്റെ അടിസ്ഥാനം എന്ന് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾക്ക് വ്യത്യസ്ത കൗല. അതിൽ ഏറ്റവും പ്രബലമായ കൗലാണിപ്പോ ഇവിടെ പറഞ്ഞത്. അഥവാ സ്വന്തമായി ഉമ്മാന്റെയോ മറ്റോ സഹായമില്ലാതെ തന്നെ സ്വന്തമായി ഭക്ഷണം കഴിക്കാനും കുടിക്കാനും അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്ത് കഴുകി വൃത്തിയാക്കാനും ഒക്കെയുള്ള ഒരു കഴിവെത്തിയാലാണ് ഈ വകതിരിവ് എന്ന് പറയാം. അങ്ങനെ വകതിരിവെത്തിയ കുട്ടി, അപ്പൊ വകതിരിവെത്തിയാൽ കുട്ടികൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്നല്ല. എപ്പോ ഈ വകതിരിവെത്തിയ കുട്ടികളോട് കൽപ്പിക്കപ്പെടണം എപ്പോ എന്ന് വേറെ പറയുന്നുണ്ട്. ഐ യജിബു, കൽപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ കൽപ്പിക്കൽ വുജൂബാണെന്ന് അർത്ഥം. അരാ കുല്ലിമിൻ അബവൈഹി, മാതാപിതാക്കളിൽപ്പെട്ടവരുടെ മേൽ വാപ്പുണ്ടെങ്കിൽ വാപ്പ, ഇല്ലെങ്കിൽ ഉമ്മ, അവരുടെ മേൽ വൈന്നല, അത് നേരെ വാപ്പയാവട്ടെ വാപ്പാന്റെ വാപ്പാവട്ടെ ഉമ്മയാവട്ടെ ഉമ്മാന്റെ ഉമ്മയാവട്ടെ വാപ്പാന്റെ ഉമ്മയാവട്ടെ ഒക്കെ പെട്ട് അതാ വൈന്നലാന്ന്. ഇങ്ങനെ മാതാപിതാക്കളുടെ മേലാണ് വുജൂബാവുന്നത്. മാതാപിതാക്കളാരും ജീവിച്ചിരിപ്പില്ല. എന്നാൽ സുമ്പൾ വസീ, കുട്ടിയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വസിയത്തേൽപ്പിക്കപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ, അടിമയാണെങ്കിലോ രാമാരിക്ക് അടിമയാണെങ്കിൽ അടിമയുടെ ഉടമക്കാരന്, കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളില്ലെങ്കിൽ വസിയത്തേൽപ്പിക്കപ്പെട്ട ആൾക്ക് നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? അയ്യമുറഹു, വകതിരിവുള്ള കുട്ടിയോട് കൽപ്പിക്കൽ, ബിഹാ ഐ അസ്വലാത്തി, നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ വുജൂബാണ്. നിസ്കാരം തരവലോ ഖളാഅൻ, ഖളാഅയ നിസ്കാരത്തെ ഖളാ വീട്ടാനും ഉൾപ്പെടെ എന്ന് മാത്രമല്ലോ ബിജമീഅ ശുറൂതിഹാ, നിസ്കാരത്തിന്റെ ഷർത്തുകളെ കൊണ്ടും കൽപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നജസിനെ കഴുകി വൃത്തിയാക്കാൻ കൽപ്പിക്കണം, വുളൂ ചെയ്യാൻ കൽപ്പിക്കണം, ഔറത്ത് മറക്കാൻ കൽപ്പിക്കണം, സമയമായി എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ ആശ്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പിക്കണം, ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് നിർവഹിക്കാൻ കൽപ്പിക്കണം, ഒക്കെ വേണം. നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ തന്നെ നിസ്കാരത്തിന്റെ ഷർത്തുകളെ കൊണ്ട് കൽപ്പിക്കണം എന്നർത്ഥം. എപ്പോഴാണത്? വകതിരിവുള്ള കുട്ടിയായതോടുകൂടി. എപ്പോഴാണ്? ലിസബഇൻ എന്ന് പറഞ്ഞാൽ ഐ ബഅദ സബഇൻ, ഇദാ ബലഗ സബഅ സിനീൻ എന്നാണ് ഹദീസിലുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മുറുസ്ബിയ ബിസ്സലാത്തി ഇദാ ബലഗ സബഅ സിനീൻ. ബലഗ എന്ന് പറഞ്ഞാൽ പൂർത്തിയാകുക. അപ്പൊ 7 പൂർത്തിയാകുക ആ അർത്ഥം. അതിനാണ് ബഅദ സബഇൻ മിനസ്സിനീന എന്ന് ഇവിടെ മഖ്ദൂമ് തങ്ങൾ ശറഹ് ചെയ്തത്. 7 വയസ്സിന് ശേഷം, 7 വയസ്സിന്റെ മുമ്പ് കൽപ്പിക്കൽ വുജൂബില്ല. എന്നാൽ വകതിരിവെത്തിയിട്ടുണ്ട് കുട്ടിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, ശുദ്ധിയാക്കാനും ഉദു കൊടുക്കാനും ഒക്കെ കുട്ടിക്ക് സാധിക്കും എങ്കിൽ ചെയ്തോട്ടെ, കൽപ്പിക്കൽ വുജൂബില്ല. കൽപ്പിക്കൽ 7 വയസ്സ് പൂർത്തിയാവുമ്പോഴാണ് വുജൂബാവുന്നത്. എന്താ തമാമിയ, കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അല്ല, കഴിഞ്ഞ ഉടനെ 7 പൂർത്തിയായി കഴിഞ്ഞാൽ 8ലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി കൽപ്പിക്കൽ വുജൂബാണ്. സംഗതി വൈൻ മയ്യസ ഖബ്ലഹ, ഇപ്പത്തെ കുട്ടികൾക്കൊന്നും 7 വയസ്സും 8 വയസ്സും ഒന്നും വേണ്ട തമ്മീസാകാൻ. എനിക്ക് തോന്നുന്നു ഇപ്പത്തെ കുട്ടികൾ ഏകദേശം ഒരു 4 വയസ്സായാൽ തന്നെ ശരിക്കും തമ്മീസാകുന്നുണ്ട്. ഞങ്ങൾ കുട്ടിക്ക് 4, 5, 6 വയസ്സായിട്ടുണ്ട്, നല്ല തമ്മീസ് ഉണ്ട്, എന്നാലും കൽപ്പിക്കൽ നിർബന്ധമില്ല.
വയംബഗി ആവശ്യമായി വരും മാസിയത്തിൽ അംരി കൽപ്പനയുടെ വാക്കിന്റെ പദത്തോടു കൂടി അത്തഹ്ദീദു ഒന്ന് പേടിപ്പിക്കാം. ശരിയല്ലേ? ആദ്യത്തെ നല്ല അൽക്ക് സ്നേഹത്തിൽ പറയാ, പിന്നെ ഒന്ന് കർക്കശമാക്കുക, പിന്നെ ഒന്ന് പേടിപ്പിക്കുക, ഇങ്ങനെ പടിപടിയായി മുന്നോട്ട് കൊണ്ടുവരിക കൽപ്പന. ഈ അവസാനം വയുറബു അടിക്കപ്പെടണം, വെർബൻ വയറമുബജിഹിൻ പരിക്കേൽക്കാത്ത, പൊട്ടോ അപകടമോ വരുത്താത്ത തരത്തിലുള്ള അടി. എന്നാൽ അടിച്ച് കയ്യും കാലും ഒടിക്കാനോ പരിക്കേൽപ്പിക്കാനോ ഒന്നും പാടില്ല. അതും തന്നെ വുജൂബൻ, കൽപ്പിക്കൽ വുജൂബായതുപോലെ അടിക്കപ്പെടണം, അതും തന്നെ വുജൂബാണ്. മിമ്മൻ ദുക്കിറ പറയപ്പെട്ട മാതാപിതാക്കളോ വസിയത്ത് ചെയ്യപ്പെട്ടവരോ ആയ ആളുകൾ എപ്പോ അലീഹ എന്തിനു വേണ്ടി അടിക്കണമെന്ന്, നിസ്കാരത്തിന്റെ മേലിൽ എന്ന് പറഞ്ഞാൽ നിസ്കാരം അലാതർക്കിഹ, അലൈഹ എന്ന് പറഞ്ഞതിന് അലാതർക്കിഹ എന്നർത്ഥം. നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ മേൽ അടിക്കാം. വലോ ഹവാനവും പറഞ്ഞേക്കന്നെ അതായി നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഒരു നിസ്കാരം ഹവായി പോയി, എന്നാൽ ഹള വീട്ടാൻ വേണ്ടിയിട്ട് അടിക്കണം. ഔ തർക്ക ശർത്തം മിൻ ശുറൂത്തിഹ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത് പോലെ അതിന്റെ ഷർത്തുകളെ കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്നാലും ഒരു കുട്ടി എന്തായാലും ആ നെജസായിട്ട് കഴുകുന്നില്ല, കഴുകാൻ പറഞ്ഞിട്ട് കേൾക്കണമെങ്കിൽ അടി കൊടുക്കുക. അല്ലെങ്കിൽ അവർത്ത് മറക്കണില്ല, എന്നാ അവർത്ത് മറക്കാൻ കൽപ്പിക്കുക, കൽപ്പിച്ചിട്ട് സ്വീകരിക്കണമെങ്കിൽ അടി കൊടുക്കുക. അങ്ങനെ എപ്പോഴും ഇല്ലി അശ്രിൻ 10 കഴിഞ്ഞാൽ ഐ ബാഡസ്തിക്ക് മാലിഹ 10 പൂർത്തിയായ ഉടനെ, അപ്പോ 7 പൂർത്തിയായി 8ലേക്ക് പ്രവേശിക്കുന്നതോട് കൽപ്പിക്കൽ വുജൂബാവുന്നു. 10 കഴിഞ്ഞ് 11ലേക്ക് പ്രവേശിക്കലോടുകൂടി ഇനിയും നിസ്കരിക്കുന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ അടിക്കുകയും വേണം. എന്തുകൊണ്ട് ഹദീസ് സഹീഹി, സഹിയായ ഹദീസിന്റെ വേണ്ടി മുറുസ്വബിയ ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീന വഇദാ ബലഗ 10 സിനീന ഫദ്രിബൂഹു അലൈഹാ എന്ന ഹദീസുണ്ട്. മുറു നിങ്ങൾ കൽപ്പിക്കുവിൻ അസ്വബിയ കുട്ടിയോട് എന്ന് പറഞ്ഞാൽ, ഈ സബിയ എന്ന് പറഞ്ഞത് സബിയത്ത് എന്ന് താവ് കൂട്ടിയിട്ടില്ലെങ്കിലും ആണും പെണ്ണും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് സിബ എന്ന് നേരത്തെ ശറഹ് ചെയ്തത്. എന്തുകൊണ്ട് കൽപ്പിക്കുവിൻ സ്വലാത്തി നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുവിൻ. എപ്പോ ഇതാ ബലഗ കുട്ടി തികഞ്ഞാൽ, 7 സിനീന 7 വയസ്സ്, കുട്ടിക്ക് 7 വയസ്സ് തികഞ്ഞാൽ നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുവീൻ എന്നും, ഇദാ ബലഗ 10 സിനീൻ കുട്ടി 10 വയസ്സ് കഴിഞ്ഞാൽ ഫദ്രിബൂഹു അലൈഹ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേര് കുട്ടിയെ അടിക്കുകയും ചെയ്യുവീൻ. വഫരിഖൂഹും ഫിൽ മവാജി എന്ന ഹദീസിന്റെ ബാക്കി അത് ഇവിടെ വെച്ച് ബന്ധമില്ലാത്തത് കൊണ്ട് പറയാറുള്ളതാ. അതായത് 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിടപ്പറയിൽ മാറ്റിക്കിടത്തണം. 10 വയസ്സായ കുട്ടി ഉമ്മാന്റെ കൂടെ 10 വയസ്സായ ആൺകുട്ടി കിടക്കാൻ പാടില്ല, ഉപ്പാന്റെ കൂടെ 10 വയസ്സായ പെൺകുട്ടി കിടക്കാൻ പാടില്ല, ആങ്ങളെയും പെങ്ങളും 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് കിടക്കാൻ പാടില്ല. ഇങ്ങനെ അത് അതിന്റെ ബാക്കിയുണ്ട്. ഫരീഖുഹും ഫിൽ മവാജി എന്ന് തുടങ്ങുന്നു. ഇങ്ങനെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇത് നിസ്കാരത്തിന് മാത്രം ബാധകമല്ല, ബാക്കി ഇബാദത്തുകൾക്കും ഇതൊക്കെ ബാധകം തന്നെയാണ് കേട്ടോ. കസൗമിൻ നോമ്പ് പോലെ തന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ ആവശ്യമെങ്കിൽ അടിക്കുകയും വേണം എന്ന് പറഞ്ഞ നിസ്കാരത്തിന് മാത്രം സംവരണമല്ല, നോമ്പിനും ഇങ്ങനെ വുജൂബാണ് പോലെ. എങ്ങനത്തെ? പക്ഷെ നോമ്പിന്റെ അവിടെ ഒരു ഷർത്തുണ്ട്, അതാഖഹു കുട്ടിക്ക് ആരോഗ്യപരമായി നോമ്പ് നോൽക്കാൻ ആവതുണ്ടെങ്കിൽ. നിസ്കാരത്തിന്റെ പിന്നെ ആവതിന്റെ പ്രശ്നമില്ല. 7 വയസ്സ് കഴിഞ്ഞ് വകതിരിവുണ്ടോ എന്നാൽ കൽപ്പിക്കൽ വുജൂബാണ്. 10 വയസ്സായിട്ട് വകതിരിവുണ്ടോ എന്നാൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ അടിക്കുകയും വുജൂബാണ്. നോമ്പ് അങ്ങനെയല്ല. 7 വയസ്സായ കുട്ടിക്ക് ആരോഗ്യപരമായി നോമ്പ് നോക്കാൻ കഴിയുമെങ്കിൽ കൽപ്പിക്കൽ വുജൂബാണ്. 10 വയസ്സായ കുട്ടിക്ക് ആരോഗ്യപരമായി സാധിക്കുമെങ്കിൽ അടിക്കൽ ഉപേക്ഷിച്ചാൽ അടിക്കലും വുജൂബാണ്. കുട്ടിയോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന 7 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ ഈ നോമ്പ് ഉപേക്ഷിച്ചതിന്റെ മേൽ അടിക്കപ്പെടുന്ന അശ്വൻ 10 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ കസ്വലാത്തി നിസ്കാരം പോലെ തന്നെ. പക്ഷെ ഇവിടെ അതാഖഹു എന്നൊരു ഷർത്തുണ്ട്, നിബന്ധനയുണ്ട് മാത്രം. അഥവാ നോക്കാൻ ആവതുണ്ടെങ്കിൽ, തടിക്കൊണ്ട് ആവതുണ്ടെങ്കിൽ. എന്നാൽ ഒരു സംശയം, കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ? അല്ല. പ്രായപൂർത്തി എത്താത്ത കുട്ടിക്ക് ഇബാദത്ത് വുജൂബുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ആ കുട്ടിനോട് കൽപ്പിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്? അത് വഹിക്കുമത്ത് ദാലിക. ഇങ്ങനെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അതിന്റെ ഷർത്തുകളെ കൊണ്ടും ഒക്കെ കൽപ്പിക്കലും വേണ്ടി വന്നാൽ അടിക്കലും ഒക്കെ വുജൂബാണെന്ന് പറഞ്ഞതിന്റെ ഹിക്മത്ത് അത്തംജീനു അലൽ ഇബാദ,
കുട്ടിയെ ഇബാദത്തിന്റെ മേൽ പരിശീലിപ്പിക്കുക. പെട്ടെന്ന് പ്രായപൂർത്തിയെത്തിയ ഒരു സുപ്രഭാതത്തിൽ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ ശീലമില്ലാത്ത കാര്യം നടപ്പാക്കാൻ കഴിയില്ല. അപ്പൊ ഒന്ന് ശീലിച്ചോട്ടെ എന്ന നിലയ്ക്ക് പരിശീലനാർത്ഥമാണ് കൽപ്പിക്കുക. അങ്ങനെ കുട്ടി ശീലം കിട്ടിയാൽ അത് ആദത്താക്കി പതിവാക്കി കൊണ്ടുവർക്കും. ഫലയെത്തുക്കുക അത് മുഖേന അത് കാരണം അവൻ ഇനി ഇത് ഉപേക്ഷിക്കാൻ ഇടവരൂല. 7 വയസ്സ് മുതൽ തന്നെ 5 വക്തും കൃത്യമായി നിസ്കരിച്ചു പോകുന്ന ഒരു കുട്ടി 14-ാമത്തെയോ 15-ാമത്തെയോ ഒക്കെ വയസ്സിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാതെ അങ്ങനെ കൊണ്ടുവന്നോളും. അതുവരെ പറയാതെ ഒരു സുപ്രഭാതത്തിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത് വിഷമമുണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ സാധാരണ മുസ്ലിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി ജുനൈദ് അവിടെ നിന്നോട്ടെ. ബാക്കി ബഹസ ഇൻഷാ അല്ലാഹ് ഇമാം അസ്ഹറി തങ്ങളുടെ ബഹസിനെ സംബന്ധിച്ച് നാളെ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഓതുമ്പോൾ നോക്കാം. ഇന്നിപ്പോ അത് മതി. ഇനി കുറച്ച് സമയം അത്യാവശ്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫിഖ്ഹിയായ കാര്യങ്ങൾ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതിനുപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് തന്ന് ദീനിൽ ഫിഖ് പഠിച്ച് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പൊരുത്തം നേടുന്നവരിൽ നമ്മളെല്ലാവരെയും റബ്ബ് തആല ഉൾപ്പെടുത്തി ഖബൂലാക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ